അപ്പം ഇവിടെ ഇത്ര ഒക്കെ സംഭവിച്ചോ? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിന് ഏട്ടൻ ആർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആയതിൻ്റെ ശേഷം നമ്മൾ സാറിനെ കണ്ടിട്ടില്ലല്ലോ. ആ അതും ശരിയാ. അപ്പം റിലേഷൻ എന്തായിരുന്നു? ഡേവിഡ് സാറാണ് ഇവൻ്റെ ബോയ് ഫ്രണ്ട്. അപ്പം ജയ സാറ് ഡേവിഡ് സാറിൻ്റെ അനിയൻ. ഉണ്ടാക്ക് ഞാൻ പറഞ്ഞോണ്ട്. ഞാൻ സത്യമല്ലേ ഈ തുപ്പണേ? അത് വിട്. അപ്പോൾ ഡേവിഡ് സാറ് വന്നപ്പോൾ നിങ്ങൾക്കറിയാമോ ജയ സാറ് ഡേവിഡ് സാറിൻ്റെ അനിയനാണെന്ന്? അതെങ്ങനെ നമുക്കറിയാം. സാറ് വന്ന് ഡേവിഡ് സാറിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് ജയ സാറ് ഡേവിഡ് സാറിൻ്റെ അനിയനാണ്. ഞാനൊന്ന് പറയട്ടെ മിസ്റ്റർ കാശിനാഥ്, അതിനിപ്പോൾ നിന്നെ ആരവിടെ പിടിച്ചു വെച്ചിക്കണം, നീ പറഞ്ഞോ. അപ്പം ജുവിനൻ എൻ്റെ ബോയ് ഫ്രണ്ടും എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ബ്രദറും പ്രൊഫസേഴ്സാണോ? അത് ആവുമായിരിക്കും. ആവാതെ പിന്നെ ഇങ്ങോട്ടേക്ക് വരുമോ? ഇവനെന്ന് ഞാൻ സോറി നിക്കടാണ്. സോറി ചെയ്യൂല. അയ്യോ സോറി. അല്ല സാറല്ല, നീ പൊക്കോ. ഇത് ജയ തന്നെയാണോ? സാറെ സോറി മനസ്സിലാക്കല്ലേ. വട പോവാ. എൻ്റെ ഹാർട്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത്. ഈ ചക്കര എന്ത് പറ്റി? എന്താ നിനക്കെന്തേ പറ്റിയേ? എനിക്കൊന്നുമില്ല. ഞാനൊക്കെ ശ്രദ്ധിക്കണ്ടിട്ടാ. അതൊരു അപ്പം മറ്റൊരു കാര്യം എങ്ങനെ? ആരെ കാര്യം? ശരി, ആ 5 എണ്ണത്തിനവിടെ തുണിയും തിരികിയിട്ട് ആ ഇവിടുത്തെ ഗോഡൗണിൽ കയറ്റിയത് മറന്ന നീ? ഓ ആ കാര്യം. അതന്നെ. എന്താ പ്ലാൻ? ഒട്ടും വൈകിക്കണ്ട. ലെറ്റ്സ് കിൽ ദം. ജെ, നിനക്കെന്തത്ര ദേഷ്യം? അതത് കുറയ്ക്ക്. അതിലൊരാളെ കൊന്നിട്ട് തന്നെ എത്ര പ്രശ്നം അപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാ. നമ്മുടെ സ്ഥലമൊക്കെ പോലീസുകാർ കവർ ചെയ്തു. ഇനി എന്തായാലും ഒരാളെ കൊന്ന് നമ്മൾ പിടിക്കുക തന്നെ ചെയ്യും. അത് നമ്മളിവിടെ ഫേക്ക് നെയിം പോലും അല്ല എടുത്തത്, നമ്മുടെ സ്വന്തം പേരാണ് എടുത്തത്. പിന്നെ നീ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? അവരെന്നെ വെച്ചുകൊണ്ടിരിക്കണോ? ആ പെൺകുട്ടികളുടെ ജീവിതമല്ല അവർ നശിപ്പിച്ചേ. ശരിയാണ്, പക്ഷെ നീ അവർക്ക് വേണ്ടി മാത്രം നിൽക്കല്ലേ. നമ്മുടെ ജീവിതം കൂടെ നീ നോക്ക്. പപ്പ അമ്മച്ചറിഞ്ഞാൽ പിന്നെ തീർന്നു പോനെ. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ നമ്മൾ ഇതൊക്കെ തുടങ്ങിയേ. അപ്പോൾ ഒന്നും ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനി എന്തൊക്കെ നടന്നാലും ആരൊക്കെ അറിഞ്ഞാലും ഞാൻ അവന്മാരെ കൊല്ല് തന്നെ ചെയ്യും. ഇത് നീ എൻ്റെ വാശിയായി തന്നെ കൂട്ടിക്കോ. ജേ, ഇവനെക്കൊണ്ട്